ഒമാനിലെ തീരപ്രദേശങ്ങളിലും പർവ്വതനിരകളുടെ താഴ്വാരങ്ങളിലും കനത്ത മഴ തുടരുന്നു. ദോഫാർ ഗവർണറേറ്റിലെ പർവ്വതങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും മഴ വ്യാപിക്കുമെന്നാണ് പ്രവചനം. തിങ്കളാഴ്ചയും മഴയും ഇടിമിന്നലും തുടരുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അൽ അവാദിയിലെ വാദിബാനി ഖറൂസ്, തെക്കൻ അൽ ബത്തിനയിലെ വാദിബാനി ഗാഫിർ തുടങ്ങിയവ നിറഞ്ഞൊഴുകുന്നുണ്ട്. ക്യുമുലോനിംബസ് മേഘങ്ങളുള്ളതിനാൽ കൂടുതൽ വാദി വെള്ളപ്പൊക്കത്തിനും അപകടകരമായ അവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അൽ മുദൈബി, അൽ ഹംറ, റുസ്താഖ്, ഇബ്രി, ദങ്ക്, യാങ്കുൽ, അൽബുറൈമി എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഇതിനകം സജീവമായ മേഘരൂപീകരണം അനുഭവപ്പെട്ടു. ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലേക്കും ദോഫാർ ഗവർണറേറ്റിലെ പർവ്വതങ്ങളിലേക്കും മഴ വ്യാപിക്കുമെന്നാണ് പ്രവചനം. തിങ്കളാഴ്ച വരെ ഇടിമിന്നലും ശക്തമായ മഴയും തുടരുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അൽ ഹജറിലുടനീളം 15 മുതൽ 60 മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്ന് പ്രവചിക്കപ്പെടുന്നു. അതേസമയം ദോഫാറിൽ 15 മുതൽ 35 മില്ലിമീറ്റർ വരെ മഴ പ്രതീക്ഷിക്കാം. വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലെ താമസക്കാർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും മുന്നറിയിപ്പുണ്ട്. മീഡിയ 1 മസ്കത്ത്.